ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മളെത്തിയിരിക്കുന്നത് കുടമാളൂരിൽ അൽഫോൺസമ്മ ജനിച്ച വീടിന് മുൻപിലാണ്. ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധ, സഹനത്തിൻ്റെ പുത്രി വിശുദ്ധ അൽഫോൺസമ്മ ജനിച്ച കുടമാളൂരുള്ള ജന്മഗൃഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. 1910 ഓഗസ്റ്റ് 19 അൽഫോൺസമ്മ ജനിച്ചത്. അൽഫോൺസമ്മയുടെ മാതാപിതാക്കളുടെ പേര് ജോസഫ് മേരി എന്നാണ്. ഈ കാണുന്നത് അൽഫോൺസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അൽഫോൺസമ്മയുടെ മാതാപിതാക്കൾക്ക് 4ാമത്തെ സന്തതിയായിട്ടാണ് അൽഫോൺസമ്മ ജനിച്ചത്. ഇപ്പോഴീ ഭവനം FCC സന്യാസ സമൂഹത്തിന്റെ ഉടമസ്ഥതയിലും സംരക്ഷണത്തിലുമാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ഭവനം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ ഭവനത്തിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാം. കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് അൽഫോൺസമ്മയുടെ ജന്മഗൃഹമാണ്. ഇവിടെയാണ് അൽഫോൺസമ്മയുടെ ബാല്യകാലം ചെലവഴിച്ചത്. അൽഫോൺസമ്മ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ മേരി മരണപ്പെടുകയും തുടർന്ന് ഇവിടെ നിന്നുമാണ് അൽഫോൺസമ്മയെ മുട്ടിച്ചിറയിലേക്ക് പേരമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയത്. ഇവിടെ അൽഫോൺസമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചിത്രീകരണം ഒന്ന് കാണാം. ഈ കാണുന്നത് അൽഫോൺസമ്മയുടെ മുട്ടത്ത് പാടത്തെ ഭവനത്തെയാണ്. അന്ന് കാലങ്ങളിൽ ഓലമേഞ്ഞ ഭവനമായിരുന്നു അത്. അൽഫോൺസമ്മ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ അടുത്തിരിക്കുന്നത്. കേവലം 3 മാസമാണ് അൽഫോൺസമ്മ അമ്മയോടൊപ്പം ഉണ്ടായിരുന്നത്. അമ്മ മരിക്കുകയായിരുന്നു പിന്നീട്. അൽഫോൺസമ്മയുടെ മാമോദിസ ഇവിടെ എഴുതി വച്ചിരിക്കുന്നതെല്ലാം അൽഫോൺസമ്മ നമ്മളോട് പറയുന്ന രീതിയിലാണ്. സത്യത്തിൽ അത് വായിച്ച് നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ അൽഫോൺസമ്മ നമ്മോട് സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇത് അൽഫോൺസമ്മയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണമാണ്. ഇത് അൽഫോൺസമ്മയുടെ ബാല്യകാലം. അടുത്ത ചിത്രം അൽഫോൺസമ്മ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കുസൃതി പയ്യൻ തള്ളിവിട്ട സംഭവത്തെയാണ് ഈ കാണിക്കുന്നത്. അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഒരു കുസൃതി പയ്യൻ തള്ളിയിട്ടു. ഇതിൽ രോക്ഷം പൂണ്ട ലക്ഷ്മിക്കുട്ടിയോട് സാരമല്ല, ദൈവത്തെ പ്രതി അവനോട് ക്ഷമിക്കുക എന്ന് പറയുന്ന അൽഫോൺസമ്മയുടെ ചിത്രമാണ് കുറച്ചു മുമ്പ് നമ്മൾ കണ്ടത്. ഈ കാണുന്നത് അൽഫോൺസമ്മ സഭാവസ്ത്രം സ്വീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഊർശിലാമ്മയോടൊപ്പം മുട്ടത്ത് പാടത്ത് വന്നതിൻ്റെയാണ് കാണിക്കുന്ന ചിത്രം. ഈ സംഭവങ്ങളുടെ എല്ലാം ചിത്രീകരണവും അതിനോടൊപ്പം അൽഫോൺസമ്മ നമ്മോട് സംസാരിക്കുന്നത് പോലെയുള്ള മുകളിലെ വരികളും കാണുമ്പോൾ നമുക്ക് സത്യത്തിൽ അൽഫോൺസമ്മ നമ്മോട് തന്നെ സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഇത് അൽഫോൺസമ്മ രോഗിയായിരിക്കുമ്പോൾ സഹോദരിമാരോട് സംസാരിക്കുന്നതിൻ്റെ ചിത്രീകരണമാണ്. ഇത് അൽഫോൺസമ്മയുടെ മരണാനന്തരം എടുത്ത ഫോട്ടോയുടെ ഒരു ചിത്രീകരണമാണ് ഈ കാണുന്നത്. 1946 ജൂലൈ 28 അൽഫോൺസമ്മ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. ഇത് അൽഫോൺസമ്മയുടെ, അതായത് അന്നക്കുട്ടിയുടെ ചെറുപ്പത്തിലെ ഒരു ചിത്രീകരണമാണ്. അൽഫോൺസമ്മയുടെ പേര് അന്നക്കുട്ടി എന്നാണ്. പിന്നീട് ക്ലാരമഠത്തിൽ ചേരുകയും അതിനുശേഷം അൽഫോൺസ എന്ന് പേര് സ്വീകരിക്കുകയുമായിരുന്നു. അടുത്തതായി നമ്മൾ അൽഫോൺസമ്മ ജനിച്ച വീടിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യം കാണുന്നതാണ് അൽഫോൺസമ്മ ജനിച്ച മുറി. ഈ മുറിയിലാണ് 1910 ഓഗസ്റ്റ് 19 അൽഫോൺസമ്മ ജനിച്ചത്. ഈ മുറിയിലൊരു കട്ടിലുണ്ട്. വിശുദ്ധ അൽഫോൺസമ്മ കിടന്നിരുന്ന കട്ടിലാണ്. ഒത്തിരിയേറെ പേർ ഇവിടെ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ അൽഫോൺസമ്മയുടെ മധ്യസ്ഥം വഹിക്കുകയും ചെയ്യാറുണ്ട്.
അടുത്ത മുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മുറിയുടെ തറ ചാണകം കൊണ്ട് മെഴുകിയതാണ്. പണ്ട് കാലങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും ചാണകം കൊണ്ടായിരുന്നു തറ ഇതുപോലെ മെഴുകിയിരുന്നു. അത് ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു അങ്ങനെ തന്നെ. അടുത്ത മുറി വിശുദ്ധ അൽഫോൻസമ്മയുടെ പിതാവ് കടന്നിരുന്ന മുറിയാണ് ഈ മുറി. ഇതാണ് അൽഫോൻസമ്മയുടെ പിതാവിൻ്റെയും പിതൃ സഹോദരൻ്റെയും ഫോട്ടോയാണ് ആ കാണുന്നത്. അൽഫോൻസമ്മയുടെ പിതാവ് ഒരു വൈദ്യൻ കൂടിയായിരുന്നു. ഈ ചിത്രീകരണം എന്നത് അൽഫോൻസമ്മയെ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ചിത്രീകരണമാണ്. ഈ കാണുന്നതാണ് ആദ്യത്തെ ക്ലാറിസ്റ്റ് സഭയുടെ ആദ്യത്തെ സന്യാസിനികളുടെ ചിത്രമാണ് ആ കൊടുത്തിരിക്കുന്നത്. അൽഫോൻസമ്മയും ഈ ക്ലാറിസ്റ്റ് സന്യാസ സമൂഹത്തിൻ്റെ അംഗമായിരുന്നു. ഇതാണ് FCCയുടെ സ്ഥാപക പിതാവ് മാർ ചാൾസ് ലവീഞ്ഞു. FCC എന്നത് ഫ്രാൻസിസ്കൻ ക്ലാറിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്നതാണ്. അൽഫോൻസമ്മയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും അത് നടന്ന വർഷവുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അൽഫോൻസമ്മയുടെ മാമോദിസ നടന്നത് ഇവിടം അടുത്തുള്ള കുടമാളൂർ പള്ളിയിലാണ്. ഈ കൊടുത്തിരിക്കുന്നത് അൽഫോൻസമ്മയുടെ ചരമപ്രസംഗത്തിൽ ഫാദർ റോമുളൂസ് പറഞ്ഞ വാക്കുകളാണ്. 1946 ജൂലൈ 28 വിശുദ്ധ അൽഫോൻസമ്മ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടത്. അന്ന് ഫാദർ റോമുളൂസ് പറഞ്ഞ പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ഭാരതത്തിലെ മെത്രാന്മാരെന്നല്ല, ദൈവം തിരുമനസ്സാകുന്ന പക്ഷം കർദിനാൾമാർ തന്നെ ഇന്ന് അജ്ഞാതിയായ ഈ കന്യകയുടെ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിക്കും. സത്യത്തിൽ ഈയൊരു വാക്ക് പിന്നീട് പ്രാവർത്തികമാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അൽഫോൻസമ്മയുടെ കബറിടം സന്ദർശിക്കുവാൻ ഇന്നും മെത്രാന്മാരും കർദിനാളന്മാരും വരുന്നു. ആദ്യം അൽഫോൻസമ്മയുടെ കബറിടം പ്രാർത്ഥിച്ച് അത്ഭുതം നേടിയത് കുട്ടികളാണ്. രാഷ്ട്രപതി പ്രതിഭ പാട്ടേൽ അൽഫോൻസമ്മയുടെ കബറിടം സന്ദർശിച്ചതിൻ്റെ ഫോട്ടോയാണ് ആ കണ്ടത്. ഇനി കുറേ പഴയ ഫോട്ടോസ് നമുക്കൊന്ന് കാണാം. ഇതാണ് അൽഫോൻസമ്മയുടെ പിതാവ്, മുട്ടത്തുപാടത്ത് ചെറിയൻ ജോസഫ്. അൽഫോൻസമ്മയുടെ പിതാവിൻ്റെ ഫോട്ടോയാണ് ആ കാണുന്നത്. ഇത് അൽഫോൻസമ്മയുടെ പേരമ്മയുടെയും പേരപ്പൻ്റെയും ഫോട്ടോ. ഈ കാണുന്നത് അൽഫോൻസമ്മയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദരൻ്റെ ഫോട്ടോയാണ്. ഇതാണ് അൽഫോൻസമ്മയുടെ സഹോദരികൾ, അൽഫോൻസമ്മയുടെ സഹോദരിമാരുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. അൽഫോൻസമ്മയുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന വീട് ഏകദേശം ഇതുപോലെയായിരുന്നു. അന്ന് ഓല മേഞ്ഞൊരു വീടായിരുന്നു. ഇതാണ് അൽഫോൻസമ്മ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സ്കൂള്. അൽഫോൻസമ്മ മാമോദിസ സ്വീകരിച്ച മാമോദിസ തൊട്ടി ഇത് ഇന്നും പള്ളിയിൽ, കുടമാളൂർ പള്ളിയിൽ ഉണ്ട്. ഇതാണ് അൽഫോൻസമ്മയുടെ കൂട്ടുകാരി ലക്ഷ്മിക്കുട്ടി. അൽഫോൻസമ്മയുടെ ജന്മഗൃഹത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി അൽഫോൻസമ്മ മാമോദിസ സ്വീകരിച്ച കുടമാളൂർ പള്ളി നമുക്ക് കാണാം. ഇതാണ് പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള
കുടമാളൂർ പള്ളി. ഒത്തിരിയേറെ ചരിത്ര സംഭവങ്ങളുള്ള ഒരു പള്ളിയാണിത്. നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ എത്തിയിരിക്കുന്നത് ഇവിടെയാണ് അൽഫോൻസമ്മ മാമോദീസ സ്വീകരിച്ച പള്ളി. ഈ പള്ളിയുടെ അകത്ത് ഇന്നും അൽഫോൻസമ്മയുടെ മാമോദിസ തൊട്ടി ഉണ്ട്. അത് നമുക്കൊന്ന് കാണാം. 1910 ഓഗസ്റ്റ് 27 ഇവിടെ വെച്ചാണ് അൽഫോൻസമ്മയ്ക്ക് മാമോദിസ നൽകിയത്. ആ മാമോദിസ തൊട്ടിയാണ് ഈ കാണുന്നത്. അൽഫോൻസമ്മ ജനിച്ച മുട്ടത്ത് പാടത്ത് കുടമാളൂരിലെ ജന്മഗൃഹം നമ്മൾ കണ്ടു. മറ്റൊരു വീഡിയോവുമായി നമുക്ക് വീണ്ടും കാണാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.